പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ശശി തരൂരും കോൺഗ്രസിലെ ചില നേതാക്കളും തമ്മിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞു മുരളീധരനും അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും ശശി തരൂരും തമ്മിലുള്ള വിഷയങ്ങൾ. ശശി തരൂരിൻ്റെ കൃത്യമായ മറുപടി ഇങ്ങനെയായിരുന്നു: പുറത്തു പോകാൻ പറയാൻ അവർ ആരാണ്? പാർട്ടിയിലെ അവരുടെ സ്ഥാനം എന്താണ്? എനിക്കറിയാൻ താല്പര്യമുണ്ട്. എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ കഴിയൂ. അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണം. കെ മുരളീധരൻ്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും വിമർശനത്തിൽ പ്രതികരിച്ച് തരൂർ. ഈ വിഷയമാണ് ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ശശി തരൂർ പാർട്ടിയിൽ നിന്നും പുറത്തു പോകണമെന്ന വിധത്തിൽ കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും നടത്തിയ പ്രസ്താവനകളോട് പ്രതികരിക്കുകയായിരുന്നു ശശി തരൂർ MP. തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് തരൂർ വിമർശനം ഉന്നയിച്ചത്. തനിക്കെതിരെ പരാമർശങ്ങൾ നടത്തുന്ന നേതാക്കളുടെ ആധികാരികത എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. തരൂർ തങ്ങൾക്കൊപ്പമില്ലെന്ന കോൺഗ്രസിലുള്ളതായി കണക്കാക്കുന്നില്ലെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലായിരുന്നു തരൂരിന്റെ ഈ പ്രതികരണം. ഇക്കാര്യങ്ങൾ പറയുന്നവർക്ക് അതിനുള്ള അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ആരാണ് ഇതൊക്കെ പറയുന്നത്? പാർട്ടിയിൽ അവരുടെ സ്ഥാനം എന്താണ്? എനിക്കറിയാൻ താല്പര്യമുണ്ട്. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല. അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവരോടാണ് ചോദിക്കേണ്ടത്. എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ കഴിയൂ. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ സംബന്ധിച്ച ചോദ്യത്തോട് തരൂർ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്താത്തിടത്തോളം അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്ന് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തരൂരിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ടതാണ്. അദ്ദേഹത്തിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ. തരൂർ ഇപ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ളതായി കണക്കാക്കുന്നില്ലെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. മുരളീധരന്റെ പ്രതികരണത്തിന് പിന്നാലെ തരൂർ പാർട്ടി വിടുന്നതാണ് നല്ലതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും പറഞ്ഞിരുന്നു. പാർട്ടി പുറത്താക്കുന്നവരെ അദ്ദേഹം കാത്തിരിക്കേണ്ടതില്ല. അത് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അദ്ദേഹം പുറത്താക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം സ്വയം പുറത്തു പോകുന്നതാണ് നല്ലത്. ഉണ്ണിത്താൻ പറഞ്ഞത് ഇങ്ങനെയാണ്: തരൂരിനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിലക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം പ്രകോപനങ്ങളിൽ വീഴാതെ കേരളത്തിലടക്കം അദ്ദേഹം കൂടുതൽ സജീവമാകുമെന്നാണ് തരൂരിനെ അനുകൂലിക്കുന്നവർ വ്യക്തമാക്കുന്നത്. മതസാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തരൂരിന്റെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. മുമ്പൊരിക്കൽ ഈ നീക്കം തരൂർ നടത്തിയപ്പോൾ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. കോൺഗ്രസ് വേദികളിൽ തരൂരിന് ഇനി സ്ഥാനം കുറവായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാൻ തരൂർ ശ്രമിക്കുന്നതും. ഇത് ഭാവിയിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണെന്ന ആക്ഷേപം പോലും ഇപ്പോൾ സജീവമാണ്. മതസാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാനുള്ള നീക്കം തരൂർ ക്യാമ്പ് നടത്തുന്നുണ്ട്. വരുന്ന 25, 26 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന CSA മധ്യ കേരള മഹാ ഇടവകയുടെ സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ശശി തരൂർ പാലാരൂപതയുടെ ജൂബിലി സമാപന സമ്മേളനത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും ജോസ് കെ മാണിക്കുമൊപ്പം വേദി പങ്കിടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മതസാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തരൂരിന്റെ ഈ നീക്കം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആകാംക്ഷയ്ക്കും വഴി തുറക്കും. പുകച്ചു പുറത്തിയാടിക്കാനാവില്ലെന്ന നിലപാടിലാണ് ശശി തരൂർ. സ്വയം പുറത്തു പോകട്ടെ എന്ന നിലയിൽ പാർട്ടി നേതൃത്വവും. തരൂരിന്റെ തുടർ നീക്കങ്ങൾ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിലേക്ക് BJP കേന്ദ്രങ്ങളും പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ തരൂർ BJP പക്ഷത്തേക്ക് നീങ്ങിയാൽ അത് കോൺഗ്രസിന്റെ പ്രതീക്ഷകളെയാണ് ബാധിക്കുക. അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർ തരൂരിന്റെ നീക്കത്തെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നതും. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച വേളയിൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടികളിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കുമെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചെങ്കിലും KPCC നേതൃത്വം ഔദ്യോഗികമായി കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.